പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഇന്ന് ഒരിക്കൽ കൂടി ഈ വർഷത്തിൻ്റെ 4-ാം മാസം ദൈവസഭയെ കടന്നു വന്ന് ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽക്കാൻ, ഒരു വലിയ സാക്ഷ്യമാക്കി നിർത്തുവാൻ ദൈവം എന്നെ കൃപ നന്ദിയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. പാസ്റ്റർ പറഞ്ഞ പോലെ കഴിഞ്ഞ മാസം മാർച്ച് 12-ാം തീയതി ജോലി വെച്ച് ഒരു അസ്വസ്ഥത ഉണ്ടാവുകയും അവിടുന്ന് തുടർന്ന് ചെക്കപ്പ് ഒന്നും വേണ്ട എന്ന് ഉദ്ദേശിച്ച് ജോലിയെല്ലാം കണ്ടിന്യൂ ചെയ്ത്, എന്നാൽ ഒരു ഉച്ചയോടുകൂടി ഒരു ഭാരം കൂടുകയും ഭാര്യയോട് വിളിച്ചു പറയുകയും ഞങ്ങളൊരു ക്ലിനിക്കിൽ കടന്നു ചെല്ലുകയും അവിടെ നിന്ന് പെട്ടെന്ന് എന്നെ റഷ് ചെയ്ത് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്ത ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ മാസം 12-ാം തീയതി ഉണ്ടായി. എന്നാൽ അന്ന് വൈകിട്ടത്തെ പരിണാമഫലം എന്ന് പറയട്ടെ, എൻ്റെ ഇടതുവശം മൊത്തം തളർന്നുപോയി. ഹല്ലേലൂയ. എൻ്റെ കൺപോള മുതൽ എൻ്റെ കാല് വരെ, കാലിൻ്റെ വിരൽ പോലും അനക്കാൻ പറ്റാതെ വണ്ണം അന്ന് രാത്രി 8:30 ആയപ്പോഴത്തേക്കും എനിക്ക് ഒന്നൊരു ബോധ്യം വന്നു, ഐ ആം ഫിനിഷ്ഡ്. ഹല്ലേലൂയ. ഞാൻ തളർന്നുപോയി. ഹല്ലേലൂയ. എൻ്റെ കയ്യിലെയും കാലിലെയും എൻ്റെ കണ്ണിലെ എല്ലാ സെൻസേഷനുകളും നഷ്ടപ്പെട്ട് രക്തയോട്ടമില്ലാതെ ഒരു മരവിച്ച മനുഷ്യനെ പോലെ ഞാൻ ആശുപത്രി കിടക്കേ കടന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ MRIയുടെ മെഷീനകത്തേക്കും CT സ്കാൻ്റെ മെഷീനകത്തൊക്കെ കയറുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ നീ എന്തിനിതെനിക്ക് തന്നു? ഹല്ലേലൂയ. കർത്താവ്, എനിക്കൊരു 16 മാസമായൊരു കുഞ്ഞുണ്ട്. ഹല്ലേലൂയ. എനിക്കൊരു ഭാര്യയുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതം തുടങ്ങിയതേ ഉള്ളൂ. അപ്പാ, എന്തിന് നീ എനിക്കിത് തന്നു? ഹല്ലേലൂയ. ദൈവം എന്നോടൊന്നും മിണ്ടിയില്ല. ഹല്ലേലൂയ. നമ്മൾ പാടും, ഹല്ലേലൂയ, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കകത്ത് കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. പക്ഷെ അന്ന് രാത്രി ഹല്ലേലൂയ ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്തിനാ അപ്പ എനിക്കിത് തന്നത്? ഹല്ലേലൂയ. എന്നാൽ എൻ്റെ അപ്പനൊന്നും മിണ്ടിയില്ല. ഹല്ലേലൂയ. എന്നാൽ അന്ന് ഞാൻ രാത്രി വളരെ ഭാരപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞു, യേശുവിനോട് പറഞ്ഞു, യേശുവേ, എനിക്ക് ഒരു കാര്യം മതി, ആരും എൻ്റെ അടുത്ത് വേണ്ട. ഇന്ന് രാത്രി എനിക്ക് ഒറ്റയ്ക്ക് ഈ കിടക്കമേൽ എന്നെ 48 അവർ ന്യൂറോ ഒബ്സർവേഷനിലിട്ടു. ഞാൻ പറഞ്ഞു, ആരും വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് നിൻ്റെ സന്നിധിയിൽ ഈ കിടക്കമേൽ എനിക്ക് ആയിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ എല്ലാവരും പറഞ്ഞു വിട്ടിട്ട്, ഹല്ലേലൂയ, ഒരു വശം അനങ്ങാൻ കഴിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ, തിരിയാനും മറിയാനും പറ്റത്തില്ല. ഹല്ലേലൂയ. ഒന്നും ഭക്ഷണം പോലും കഴിക്കാൻ വയ്യാതെ ആശുപത്രിയിലെ കിടക്കെ ഞാൻ കിടന്നപ്പോൾ, ഹല്ലേലൂയ, ദൈവം എനിക്കൊരു സുഖനിദ്ര നൽകുന്നു. ഒരു മരുന്ന് പോലും എനിക്ക് തന്നില്ല അവർ. ഹല്ലേലൂയ. എന്നാൽ ദൈവം എനിക്ക് സുഖനിദ്ര തന്നു. ഹല്ലേലൂയ. അന്ന് രാത്രി, ഹല്ലേലൂയ, ഒരു 2:30 ശേഷം ദൈവം എന്നോട് സംസാരിച്ചു. ദൈവം അയച്ചൊരു വചനം, ഹല്ലേലൂയ, നിന്റെ ചെരുപ്പിടുക, അരമുറുക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ആ ഒരു വചനം ദൈവം എനിക്ക് തന്നിട്ട് എന്നെ ഉണർത്തിയിട്ട് 2 TV പ്രോഗ്രാം ദൈവം എന്നെ കാണിച്ചു. 2 അഭിഷക്തമായിട്ട് പ്രസംഗം. ഹല്ലേലൂയ. ദൈവത്തെ വചനം പറഞ്ഞ് കച്ചവടം ചെയ്യുന്ന 2 അഭിഷക്തമായിട്ട് പ്രസംഗം കാണിച്ചിട്ട് പറഞ്ഞു, നിനക്കൊരു പുറപ്പാടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഈ സഭയിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയുന്നു. കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ, നമ്മൾ ആരും വെറുതെ വഴിതെറ്റി കയറി വന്നതല്ല. ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ. അന്ന് രാത്രി, ഹല്ലേലൂയ, ദൈവമേ, ഈ വചനം എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. എൻ്റെ കൈ ബൈബിളില്ല. ഞാൻ ജോലിയിൽ നിന്ന് നേരെ ഭവനത്തിൽ വന്ന് ഞാൻ പിന്നെ അഡ്മിറ്റ് ആകുന്ന ആശുപത്രിയില്ല, ബൈബിളില്ല. പിറ്റേ ദിവസം ഫോണിനകത്ത് ബൈബിൾ ചെയ്തപ്പോൾ അതിൻ്റെ പശ്ചാത്തലം എനിക്ക് മനസ്സിലായി. ഹെരോദ രാജാവ് യാക്കോബിനെ വെട്ടി. ഹല്ലേലൂയ. പിറ്റേ ദിവസം പത്രോസിനെ കൊല്ലുവാനായി കാരാഗ്രഹത്തിൽ പത്രോസ് ഇറങ്ങുമ്പോൾ ദൂതൻ വന്ന് പത്രോസിനെ തട്ടി എഴുന്നേൽപ്പിച്ചതാണ്. ഹല്ലേലൂയ. അന്ന് രാത്രി ഞാൻ ദൈവത്തോട് 2 കാര്യം ഉടമ്പടി ചെയ്തു. അതിൽ ഒന്ന്, ദൈവം ഇന്ന് ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഹല്ലേലൂയ. ഒന്ന്, ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നിനക്ക് നീ എനിക്ക് ഒരു പുറപ്പാടുണ്ടെങ്കിൽ 2 കണ്ടീഷൻ ആയിരിക്കും. അതിൽ ഒന്ന്, എൻ്റെ രോഗം ആരും കണ്ടുപിടിക്കരുത്. ഒരു മരുന്ന് പോലും ഞാൻ എടുക്കാതെ ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ നടക്കണം. ഹല്ലേലൂയ. 2, ഞാൻ പറഞ്ഞത്, ഞാൻ പൂർണ്ണമാരോഗ്യമേ എന്നാകുന്നോ അന്ന് മാത്രമേ ഞാൻ സാക്ഷ്യം പറയാവുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഇതുവരെ ഒരു മെഡിക്കൽ സയൻസിനും അവിടുത്തെ ഏത് സ്പെഷ്യലിസ്റ്റിനും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് എന്താ വന്നതെന്ന്. കാരണം ഹല്ലേലൂയ, എൻ്റെ സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, ഓരോ ഞരമ്പുകൾ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പണിതു. എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിനറിയാം എവിടെയാ പ്രോബ്ലം വന്നതെന്ന്. അന്ന് രാത്രി ദൈവം, ഹല്ലേലൂയ, വിശ്വസ്ത ദൈവം, ഇതുവരെ, ഹല്ലേലൂയ, എനിക്കൊരു മരുന്ന് എടുക്കേണ്ടി വന്നിട്ടില്ല. ഹല്ലേലൂയ. ബലത്തോടുകൂടി ദൈവത്തിന്റെ സാക്ഷിയാക്കി ദൈവം നിർത്തി. ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ ദൈവം ആദ്യമായി ഈ സഭയെ കടന്നു വന്ന് ദൈവത്തിന്റെ സാക്ഷിയാക്കി നിർത്തുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ. ദൈവം എന്റെ 2 അപേക്ഷകൾ ദൈവം കേട്ടു. ഇന്ന് പകൽക്കാലം എന്റെ ഇടത് കൈ പൊക്കാനും എന്റെ മുട്ടുമടക്കുവാനും പൂർണ്ണ ആരോഗ്യത്തെ ദൈവത്തെ കരമടിച്ച് ആരാധിക്കുവാനും ദൈവം എനിക്ക് കൃപ തന്നു. ഹല്ലേലൂയ. നമ്മളെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്.
ദുഷ്ടൻ നമ്മളെ തകർത്തു. ഹല്ലേലൂയ. പലരും പല നിന്ന വാക്കുകൾ എന്നോട് പറഞ്ഞു, പലരും വചനം വെച്ച് എന്നെ കുത്തി. എന്നാൽ ഹല്ലേലൂയ, ആ കിടക്കമേൽ സ്വർഗത്തിലെ ദൈവം ഒരു സമാധാനം തന്നു. ദൈവം പറഞ്ഞു, വചനം പറഞ്ഞു, ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്ന സമാധാനമല്ല. ആ സമാധാനം എന്റെ ദൈവം എന്റെ ഹൃദയത്തിൽ തന്നു. എന്നെ പലരും നിന്ദിച്ചു, പലരും കുത്തുവാക്കുകൾ പറഞ്ഞു. എന്നാൽ അവരുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ആ സമാധാനത്തോടുകൂടി അവരോട് സംസാരിക്കുവാൻ എന്റെ ദൈവം എന്റെ കൃപ നൽകി. ഹല്ലേലൂയ. അതെ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ഞാൻ ജീവനുള്ളവരുടെ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ മരിച്ചവരെന്ന് നമ്മൾ കഴിഞ്ഞു എന്ന് ലോകം മനുഷ്യർ പറയും. ഹല്ലേലൂയ. അവർ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടും. ഹല്ലേലൂയ. അവർ പറഞ്ഞു, യു ആർ ഫിനിഷ്ഡ്. ദുഷ്ടൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഹല്ലേലൂയ. എന്നാൽ അടുത്ത സെന്റൻസ് എഴുതി തുടങ്ങുമ്പോൾ നമുക്കറിയാം, നമ്മൊരു ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് എഴുതി തുടങ്ങുന്നത്. നമ്മുടെ തല ഉയർത്തിക്കൊണ്ട്. ഹല്ലേലൂയ. അടുത്ത ക്യാപിറ്റൽ ലെറ്ററിലോട് ദൈവം ഉയർത്തിയാണ് നമ്മളെ നടത്തുന്നത്. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ സമയമല്ലല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ സാക്ഷ്യത്തെ ഞാൻ ചുരുക്കട്ടെ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിങ്ങളോട് ദൈവത്തിന്റെ നാമത്തിലുള്ള സകല നന്ദി ഞാൻ അറിയിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു, സെൽഫ് പ്രേയറുകൾ പ്രാർത്ഥിച്ചു. ഷാർജയിലും അബുദാബിയിലും ദുബായ് ചർച്ചസിലെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വിശേഷ പ്രിയ കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും നിങ്ങൾ ഓരോ സഭയോടുള്ള അവരുടെ അഭിഷക്തന്മാരോടും ദൈവജനത്തോടുള്ള എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് എനിക്ക് സമയം ഒരുക്കി തന്ന സഭയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് സാക്ഷ്യത്തിന് വിരമിക്ക്. ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ.